ഓക്കെ, അപ്പോൾ ഇനി മോഡൽ എക്സാമിൻ്റെ 7ാമത്തെ ചോദ്യമാണ്. കൺസിഡർ ദ ലൈൻ L1 ഹൂസ് ഇക്വേഷൻ ഈസ് x + 3y ഈസ് ഈക്വൽ ടു 6. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലൈൻ L1 ഇൻ കാർട്ടീഷ്യൻ പ്ലെയിൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അത് ഗ്രാഫിൽ, അതായത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈ ആക്സിസ് വരയ്ക്കുന്നതിന് തന്നെയാണ് ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് അതിലേക്ക് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നോക്കിക്കേ, തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് x + 3y ഈസ് ഈക്വൽ ടു 6. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് 2 പോയിൻ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ആ 2 പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇവിടെ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? ഈ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു. അപ്പോൾ 0 + 3y ഈസ് ഈക്വൽ ടു 6. 0 + 3y എന്ന് പറഞ്ഞാൽ 3y തന്നെ. 3y ഈസ് ഈക്വൽ ടു 6. വൈയുടെ വാല്യൂ കിട്ടാൻ 6/3 ചെയ്താൽ വൈയുടെ വാല്യൂ 2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് കിട്ടി 0, 2. ഇനി സെക്കൻഡ് പോയിൻ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. x + 3y ഈസ് ഈക്വൽ ടു 6. അതിൽ വൈക്ക് 0 കൊടുത്താൽ എന്ത് വരും? എക്സ് + 3 ഇൻറ്റു വൈയുടെ വാല്യൂ 0 കൊടുക്കുന്നു ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സ് + 3 ഇൻറ്റു 0 എന്താ? 0 തന്നെ. എക്സ് + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെ ഈസ് ഈക്വൽ ടു 6. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ എക്സ് കോർഡിനേറ്റ് 6 ആണ്. ഇത് നമ്മൾ ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതും, അതുകൊണ്ട് 6, പിന്നെയാണ് വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ്, നമ്മൾ ലൈൻ വരയ്ക്കേണ്ട പോയിൻ്റ് ഏതൊക്കെയാണ്? 0, 2ഉം 6, 0യും കൂടെ ചേർത്തിട്ട് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. 1, 2, 3, 4, 5, 6. 1, 2, 3. എക്സ് വൈ ആക്സിസ് ഒറിജിൻ. നെഗറ്റീവ് നമ്പേഴ്സ് തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ 0, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസിലെ 2 ആണ് ഉദ്ദേശിക്കുന്നത്. 6, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെ 6 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ വരച്ചതാണ് L1ൻ്റെ ഗ്രാഫ്. L1 ഓക്കെ ആണോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബാക്കി 2 ക്വസ്റ്റ്യൻ നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ, അതായത് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ L2 പാരലൽ ടു L1. അപ്പോൾ ഈ L1ന് പാരലലായിട്ടുള്ളൊരു ലൈനാണ് L2. അപ്പോൾ ഈ പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താ? ബാക്കിയും കൂടെ ചോദ്യം വായിക്കാം. ആൻഡ് പാസിങ് ത്രൂ ഒറിജിനിൽ കൂടി, അതായത് ഇതേ ഈ L1ന് പാരലലായിട്ട് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന വേറൊരു ലൈനുണ്ട്. ഈ ലൈനാണ് ആര്? ഈ ലൈൻ, സെക്കൻഡ് വരച്ച ലൈനാണ് L2. അപ്പോൾ ഈ L2ൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. ഇത് ഫിഗർ ഇല്ലെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നോക്ക്, L1ഉം L2ഉം പാരലലാണ്. അപ്പോൾ പ്രത്യേകത എന്താ? ഈ L1ൻ്റെ സ്ലോപ്പ് എന്താണോ അത് തന്നെയാണ് L2ൻ്റെ സ്ലോപ്പും. ഓക്കെ, ഇനി ഈ L2 എന്ന് പറയുന്ന ലൈൻ പാസിങ് ത്രൂ ഒറിജിനാണ്. അപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കിട്ടി. ഒറിജിൻ്റെ കോർഡിനേറ്റ് ആരാണ്? 0, 0. അപ്പോൾ പോയിൻറ്റും സ്ലോപ്പും വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? L1ൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 എന്താ? ഇക്വേഷൻ ഓഫ് L1 ഇവിടെ തന്നിരിക്കുന്നത് എക്സ് + 3y ഈസ് ഈക്വൽ ടു 6. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെങ്കിൽ ഈ 6ഉം കൂടി ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ എക്സ് + 3y - 6 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ജനറൽ ഇക്വേഷനായിട്ട് ax + by + c ഈസ് ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്താൽ a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ, ഇവിടെ എക്സിൻ്റെ കൂടെ നമ്പറൊന്നും ഇല്ല, അപ്പോൾ 1 ഉണ്ട്. b എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b. അപ്പോൾ -1/3. a വാല്യൂ 1, b വാല്യൂ 3. അപ്പോൾ സ്ലോപ്പ് കിട്ടി. അപ്പോൾ ഇത് ആരുടെ സ്ലോപ്പാണ്? ഈ L1ൻ്റെ സ്ലോപ്പാണ്. ഇതേ സ്ലോപ്പ് തന്നെയാണ് ആർക്കും? L2വിനും. അപ്പോൾ L1 പാരലൽ L2, ദെയർഫോർ സ്ലോപ്പ് ഓഫ് L2 ആര് തന്നെ? സ്ലോപ്പ് ഓഫ് L2 ആര് തന്നെ? -1/3 തന്നെ. ഇനി L2വിലെ ഒരു പോയിൻ്റായിട്ട് ആരുണ്ട്? ഒരു പോയിൻ്റായിട്ട് ഒറിജിനുണ്ട്. അപ്പോൾ ഒരു പോയിൻറ്റും തന്നു, സ്ലോപ്പും ഉണ്ട്. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് L2 ഏത് ഫോമാണ്? പോയിൻ്റ് സ്ലോപ്പ് ഫോം. y - y1 ഈസ് ഈക്വൽ ടു m × x - x1. അപ്പോൾ y - ഈ പോയിൻ്റാണ് x1, y1, സ്ലോപ്പാണ് m. അപ്പോൾ y - 0 ഈസ് ഈക്വൽ ടു, സ്ലോപ്പിന് പകരം -1/3 ഇൻറ്റു x - 0. y - 0 y തന്നെ. അപ്പോൾ y ഈസ് ഈക്വൽ ടു -1/3 ഇൻറ്റു x - 0 എന്താ? x. ഈ 3 ഇങ്ങോട്ട് എടുത്താൽ
3y ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ്. ആ മൈനസ് എക്സും കൂടെ റൈറ്റിലേക്ക് പോന്നാൽ പ്ലസ് എക്സ് ആവും. അപ്പോൾ എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ L2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2. ഈ L1ഉം L2വിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനത് L1ൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷനാണ് എക്സ് പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0. ഇവിടെ എഴുതിയ പോലെ തന്നെ ഈ 6നെ ഇങ്ങോട്ട് ഈ 6നെ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് എഴുതുന്നതാണ്. ഇനി L2ൻ്റെ ഇക്വേഷൻ ഈ എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0 എന്ന് മാത്രമേ ഉള്ളൂ. എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് C1 ഈസ് ഈക്വൽ ടു 0യും സെക്കൻഡ് ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് C2 ഈസ് ഈക്വൽ ടു 0യും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ, എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ്. എക്സിൻ്റെ കൂടെ ഇവിടെ നമ്പറൊന്നുമില്ല, അപ്പോൾ 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ്, അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്. ഇനി C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ കോൺസ്റ്റൻറ്റ് ടേം -6. C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൽ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, 0 ആണ്. ഇനി ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, മോഡുലസ് ഓഫ് C1 മൈനസ് C2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് C1 -6 മൈനസ് 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -6 -0 എന്ന് പറയുന്ന -6 തന്നെ ബൈ റൂട്ട് ഓഫ് 1 + 9. -6ൻ്റെ മോഡുലസ് 6 ആണ്, റൂട്ട് 10 എന്ന് വരും. അപ്പോൾ രണ്ട് ലൈൻസിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ബൈ റൂട്ട് 10.